വിദ്യാഭ്യാസം അതേപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ്. കോൺഗ്രസ് ഭരണം നടത്തിയിരുന്ന കേരളത്തിൽ നമുക്കറിയാം, അബ്ദുറബിനെ പോലെ വിദ്യാഭ്യാസ മന്ത്രിമാരും കാര്യങ്ങളും. ഇന്നത് ശിവൻകുട്ടിയിലേക്ക് കൈമാറി എന്ന് പറഞ്ഞാൽ ആ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് ആക്കി എന്നല്ലാതെ ഒരു മാറ്റവുമില്ല. ഇന്ന് പഠനത്തിന് അനുസരിച്ചിട്ടുള്ള ജോലികളും കാര്യങ്ങളും മത്സര പരീക്ഷകളുമൊക്കെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളുടെ കാര്യങ്ങളുമൊക്കെ താറുമാറായിരിക്കുക. യാതൊരു വിദ്യാഭ്യാസവുമില്ല, തങ്ങൾക്ക് ആവശ്യമുള്ള പാർട്ടി സംവിധാനത്തിലുള്ളവരാണെങ്കിൽ അവരെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ്. വിദ്യാഭ്യാസ യോഗ്യതയല്ല നോക്കുന്നത്. അതുപോലെയുള്ള ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി തന്നെ അപ്രസക്തമാകുന്ന രൂപത്തിലേക്ക് പോകുക. ഇതിനൊരു മാറ്റം ദേശീയ ജനാധിപത്യ സഖ്യം അത് എല്ലാവർക്കും ഏതാണ്ട് 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിന് കൂടുതൽ കുട്ടികൾക്ക് അലച്ചിലില്ലാതെ അവരുടെ ഗ്രാമപ്രദേശത്ത് തന്നെ ഇന്നുള്ള സ്വകാര്യ സ്കൂളുകളേക്കാൾ മികച്ച രൂപത്തിലുള്ള ഗവൺമെൻറ് സ്കൂളുകൾ, അതും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം, വളരെ മികവുറ്റ വിദ്യാഭ്യാസം അവരുടെ ഗ്രാമങ്ങളിൽ കൊടുക്കും 12ാം ക്ലാസ് വരെ സൗജന്യമായിട്ട് എന്ന് വിഭാവന ചെയ്യുന്ന ഒരു പ്രകടന പത്രികയാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത്.